ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കണതേ ചീനച്ചേമ്പും തണ്ട് കൊണ്ടൊരു ഉപ്പേരി അല്ലെങ്കിൽ മെഴുക്കുവരട്ടി. തൃശ്ശൂർ ഞങ്ങളൊക്കെ ചീനച്ചേമ്പ് എന്നാണ് ഉപയോഗിക്കുക. ഇനി വേറെ വല്ലതും പറയുമെന്ന് എനിക്കറിയില്ല. അത് തൊലി കളഞ്ഞ് നല്ലപോലെ തൊലി കളഞ്ഞ് പീസാക്കി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് തിരുമ്മി നല്ലോണം അമർത്തി സൈഡ് ചെരിച്ച് വയ്ക്കുക. പ്ലേറ്റിൽ ചെരിച്ച് വയ്ക്കുമ്പോൾ അതിലത്തെ എല്ലാ വെള്ളവും ഇങ്ങനെ വാർത്തി കളയുക. അതിന് ശേഷം ഉള്ളി വെളുത്തുള്ളി ഒക്കെ കൂടി ചതച്ച്, പിന്നെ മുളക് പൊടിയല്ല ഉപയോഗിക്കുക, ചതച്ച മുളക് വേണം. അതായത് മുളകിൻ്റെ നമ്മൾ പൊടിക്കാത്ത മുളകില്ല, ചതച്ച മുളക് നിർബന്ധമായിട്ട് അത് തന്നെ വേണം. അതിട്ട് ഇളക്കി അത് ഉള്ളിയും മുളകും മൂക്കുമ്പോൾ അതിലേക്ക് ഈ പീസാക്കി വെച്ച് ചേമ്പും തണ്ട് ഇട്ടിട്ട് നല്ല പോലെ ഇളക്കുക. അപ്പോൾ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. ചേമ്പും തണ്ടിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലുള്ളതല്ലേ. അപ്പോൾ നല്ല പോലെ ഇളക്കി അത് കുറച്ച് ഒരു 2 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കണം. ഇളക്കിയത് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചാൽ പിന്നെ കുറച്ച് ഒരു 2 മിനിറ്റ് 1 മിനിറ്റൊക്കെ കൂടുമ്പോൾ തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം വലിയും അത്. നല്ല പോലെ ഒരുവിധം എത്ര ഡ്രൈ ആയാലും ഇത് ഡ്രൈ ആവില്ലല്ലോ. ചേമ്പും തണ്ടിന് കുഴച്ചൽ കൂടുതലല്ലേ. അതായത് വെള്ളത്തിൻ്റെ അംശമുള്ള കാരണം അത് ഇങ്ങനെ കുഴാന്നിരിക്കുകയുള്ളൂ. എന്നാൽ അത് വരണ്ട് വരുമ്പോൾ വെളിച്ചെണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് പ്രത്യേകം ശ്രദ്ധിക്കണം, സിമ്മിലിടാൻ പാടുള്ളൂ. സിമ്മിലിട്ട് വേവിക്കണം. സിമ്മിലിട്ടാൽ അത് വേവും ശരിയാവുള്ളൂ. വെള്ളത്തിൻ്റെ അംശം പതുക്കെ വറ്റുകയും വേണം. അങ്ങനെയാണ് ഇത് വേവിക്കേണ്ടത്. ഒരിക്കലും ഫുള്ളായിട്ട് സിമ്മിൽ കത്തിക്കരുത്. ഫുള്ളായിട്ട് ഗ്യാസ് കത്തിക്കരുത്, സിമ്മിൽ കത്തിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാൽ അത് നോക്കുക. അത് പിന്നെ ഉപയോഗിക്കുക. ചോറിനൊക്കെ സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. ബൈ.